കെ.എൻ. പണിക്കർ ഒക്കെ എല്ലാവർക്കും അറിയുന്നത് ഗുരുവായൂർ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കോളേജ് വിദ്യാഭ്യാസം പാലക്കാട് വിക്ടോറിയ കോളേജിലായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ജയ്പൂർ സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദവും PhD-യും എടുക്കുന്നത്. വീണ്ടും ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപന വൃത്തി ആരംഭിക്കുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പിന്നീട് JNU-യിലേക്ക് വരുന്നതും അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് വരെയുള്ള കാലഘട്ടം JNU-യിൽ കഴിച്ചു കൂട്ടുന്നു. അദ്ദേഹത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഐഡിയാസ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി എന്ന് അദ്ദേഹം വിളിക്കുന്ന ഒരു ഏരിയയാണ്. അതായത് സ്വാതന്ത്ര്യ സമരത്തിലും ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റങ്ങളിലും ഇൻ്റലക്ച്വൽസ് എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ അവരെന്ത് പങ്കുവഹിച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഈ ഇൻ്റലക്ച്വൽസിനെ അദ്ദേഹം ആദ്യഘട്ടത്തിൽ അത്ര കൃത്യമായിട്ടുള്ള അദ്ദേഹം കൂടുതൽ നമ്മളിന്ന് ഇന്ത്യൻ നവോത്ഥാനം, സാമൂഹ്യ പരിഷ്കരണം എന്നൊക്കെ വിളിക്കുന്ന മേഖലയിലുള്ള പ്രവർത്തകരെയാണ് അദ്ദേഹം ആദ്യം ഇൻ്റലക്ച്വൽസ് എന്ന് വിളിച്ചിരുന്നത്. ക്രമേണ അന്റോണിയോ ഗ്രാംഷിയുടെയും അതുപോലെയുള്ള ചിന്തകരുടെയും സ്വാധീനത്തിൽ ഇൻ്റലക്ച്വൽസിനൊരു മാർക്സിസ്റ്റ് നിർവചനം നൽകാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. അപ്പോൾ ഗ്രാംഷി സാധാരണയായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽസിനെ പറ്റി പറയുന്നത് ഒന്ന്, ഒരു പ്രത്യേക സമൂഹ വ്യവസ്ഥയോടൊപ്പം നിൽക്കുന്ന ഇൻ്റലക്ച്വൽസ്, ചിലപ്പോൾ അതിന് ട്രഡീഷണൽ ഇൻ്റലക്ച്വൽസ് എന്നൊക്കെ വിളിക്കും, അതിനോടൊപ്പം തന്നെ നിൽക്കുകയും ആ സമൂഹ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഇൻ്റലക്ച്വൽസ്. മറ്റൊന്ന്, ഒരു സമൂഹ വ്യവസ്ഥയിലെ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇൻ്റലക്ച്വൽസ്. ഈ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു പ്രത്യേക മറ്റൊരു പുതിയ സമൂഹ വ്യവസ്ഥയ്ക്ക് വേണ്ടി വാദിക്കുമ്പോൾ ആ സമൂഹ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു പ്രത്യേക അടിസ്ഥാന വർഗങ്ങളുടെ മോചനത്തിന് വേണ്ടിയാകണം ഉള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഇൻ്റലക്ച്വൽസിനെ ഗ്രാംഷി വിളിച്ചിരുന്നു ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് എന്ന്. അപ്പോൾ ഓരോ സമൂഹ വ്യവസ്ഥ വളർന്നു വരുമ്പോഴും അവരുടേതായ ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ സമൂഹ വ്യവസ്ഥയെ എന്ന് വെച്ചാൽ പഴയ സമൂഹ വ്യവസ്ഥയെ ന്യായീകരിക്കുന്നവരും ഉണ്ടാവും. ഇത് ഇൻ്റലക്ച്വൽസിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു തരത്തിൽ പറഞ്ഞ ഒരു വിധം വർഗസമരമാണ് എന്ന് വേണമെങ്കിൽ പറയും. അപ്പോൾ പണിക്കർ മാഷിൻ്റെ ഒരു നിലപാടുകൾ ഈ ഒരു കാഴ്ചപ്പാടനുസരിച്ച് രൂപപ്പെട്ടു വന്നിരുന്ന ഒന്നായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ചെയ്തത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഭാഗമായി വന്ന രാജാ റാം മോഹൻ റോയ് തൊട്ട് ഗോഖലെയും ഗാന്ധിയും തിലക്കും ഒക്കെ അടക്കുന്ന ഇൻ്റലക്ച്വൽസിനെ അവരുടെ ഏത് തരത്തിലുള്ള നിലപാടുകളിൽ നിന്നാണ് അവർ സ്വാതന്ത്ര്യ സമരത്തെയും സാമൂഹ്യ പരിഷ്കരണത്തെയും സാമൂഹ്യ മാറ്റത്തെയൊക്കെ തന്നെ പരിശോധിച്ചത് എന്ന് പഠിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ തൻ്റെ ആദ്യകാലത്തെ രചനകളിൽ മുഴുവൻ നടത്തിയത്. ഈ പറയുന്ന രചനകളിൽ തന്നെ ക്രമേണ അദ്ദേഹം മറ്റൊരു സങ്കല്പത്തിലേക്ക് എത്തിച്ചേരുന്നു. ആ സങ്കല്പം എന്ന് പറയുന്നത് സംസ്കാരത്തെ സംബന്ധിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ സംസ്കാരം എന്ന് പറയുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ സംസ്കാരത്തെ മറ്റേ സ്വത്തും മതപരത, ജാതീയത, ലിംഗ പദവിപരത തുടങ്ങിയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള സംവർഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പരിശോധിക്കുന്നത്. പക്ഷേ സംസ്കാരം എന്ന് പറയുന്നതിന് മറ്റൊരു തരത്തിലുള്ള ഒരു അർത്ഥവും കൂടിയുണ്ട്. അർത്ഥം എന്ന് പറഞ്ഞാൽ വീണ്ടും ഏതൊരു സമൂഹത്തിൽ അധീശത്വം പുലർത്തുന്ന ആരാണോ ആ അധീശത്വത്തെ നിലനിർത്തുന്നതിനുള്ള സാംസ്കാരിക രൂപങ്ങളുണ്ടാവും. അതിനോടൊപ്പം തന്നെ സമൂഹത്തിൽ അധീശത്വം പുലർത്തുന്ന ഒരു ചെറുത്തുനിൽപ്പിൻ്റെതായ സാംസ്കാരിക രൂപങ്ങളും ഉണ്ടാവും. ഗ്രാംഷിയുടെ ഭാഷയിൽ പറഞ്ഞ ഹെജിമണിക് കൾച്ചറും അതിനെതിരായിട്ട് നിൽക്കുന്നൊരു കൗണ്ടർ കൾച്ചറും, ഇത് രണ്ടും ഉണ്ടാവും. സംസ്കാരം എന്ന് പറയുന്ന ഏകദാനകമായിട്ടുള്ള സാധനമല്ലെന്നും കേവലമായിട്ട് ഏതെങ്കിലും ഒരു സമൂഹത്തിന് സംസ്കാരം ഉണ്ടായി വന്നു എന്നുള്ളത് വെച്ചുകൊണ്ട് അതിനെ വെച്ചുകൊണ്ട് നമ്മുടെ സാംസ്കാരിക പൈതൃകം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പരിശോധിക്കുകയല്ല ചരിത്രകാരന്മാർ ചെയ്യേണ്ടതെന്നും അതിന് പകരം ഇതിൻ്റെ അകത്ത് നടക്കുന്ന സംഘർഷങ്ങൾ എന്താണ് എന്നുള്ളത് പരിശോധിക്കുകയാണ് വേണ്ടത് എന്നുള്ള നിലപാടും അദ്ദേഹം കൈക്കൊണ്ടു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു വശത്ത് മുമ്പ് പറഞ്ഞ ഇൻ്റലക്ച്വൽസിൻ്റെ വർക്ക് അത് പരിശോധിക്കുന്നു. ക്രമേണ അദ്ദേഹം എത്തിച്ചേർന്നത്
നമ്മൾ സാംസ്കാരിക രൂപങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന പലതരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളെ ഒക്കെ കേന്ദ്രീകരിച്ച് അവയുടെ പഠനങ്ങൾ അദ്ദേഹം നടത്താനായിട്ട് ആരംഭിച്ചു. കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ദുലേഖ എന്ന് പറയുന്ന നോവൽ സൃഷ്ടിച്ച സാംസ്കാരികമായ മാറ്റം എന്താണ്? അത് ആർക്ക് വേണ്ടിയിട്ടാണ് നോവൽ എഴുതിയത്? അത് ഇവിടുത്തെ പരമ്പരാഗത സമൂഹത്തെ ന്യായീകരിക്കുന്നതിനാണോ അതോ അതിനെ ചെറുത്തു നിൽക്കുന്നതിനാണോ? കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ആര്യവൈദ്യം എന്ന് പറയുന്നൊരു വൈദ്യം പരമ്പരാഗത ആയുർവേദത്തിൻ്റെ നിലനിൽപ്പാണോ അതോ മറ്റൊരു തരത്തിലുള്ള ആയുർവേദത്തിൻ്റെ രൂപീകരണമാണോ? കേരളത്തിൽ വളർന്നു വന്ന മരുമക്കത്തായ മര്യാദകൾ അവ പുതിയ കൊളോണിയൽ കാലഘട്ടത്തിൽ മാറിയതെങ്ങനെ? ഇത്തരത്തിലുള്ള നിരവധി തരത്തിലുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം ഏറ്റെടുക്കുകയും അവയുടെ പഠനങ്ങൾ നടത്തുകയും ചെയ്തു. ഒരു പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പഠനം എന്ന് പറയുന്നത് ഈ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനമായിട്ട് അദ്ദേഹം കണക്കാക്കുന്നൊരു പഠനം അത് തന്നെയാണ്. കോടതി മുറികളിലും പബ്ലിക് സ്ഥലങ്ങളിലൊക്കെ ഷൂസ് ധരിക്കണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയൊരു ചർച്ച. അപ്പോൾ നമുക്ക് സായിപ്പുമാർക്ക് ഷൂസ് ധരിക്കാം, അധസ്ഥിതർക്ക്, ഇന്ത്യക്കാർക്ക്, പിന്നോക്കക്കാർക്ക് ഷൂസ് ധരിക്കാൻ പാടില്ല. ഷൂസ് ആർക്ക് ധരിക്കാം, ആർക്കും ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഇപ്പം ഇന്ന് നമ്മൾ പലരും പറയാറുള്ള ഒരു സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ പാദരക്ഷകൾ പുറത്തിടുക എന്ന് പറയുന്നൊരു സംസ്കാരം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആർക്കൊക്കെ പാദരക്ഷകൾ പുറത്തിടാം, ആർക്കൊക്കെ ഇടാൻ പാടില്ല, വിടേണ്ട ആവശ്യമില്ല. ഇത് പ്രത്യേകിച്ച് കോടതിയിലും മറ്റും ഇതിന് വലിയൊരു ഇഷ്യൂ ആയിരുന്നു. അതിനെപ്പറ്റി കോടതി വിധികൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനത്തെ ഒരു ചർച്ചാ വിഷയം. എങ്ങനെയാണ് സട്ടിലായിട്ട് ഷൂസ് എന്ന് പറയുന്നൊരു ചെറിയൊരു കാര്യം എങ്ങനെയാണ് സമൂഹത്തിലുള്ള ഭിന്നതകളെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ന്യായീകരിക്കുന്നതിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു? ഇതൊക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് പണിക്കര മാഷ് പൊതുവിൽ ഏറ്റെടുക്കുകയും അത് ആണ് അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തത്. ഈ പഠനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് മലബാർ കലാപത്തെക്കുറിച്ചുള്ള പ്രത്യേക പ്രോജക്റ്റ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകം എഗൻസ്റ്റ് ദ ലോർഡ് ആൻഡ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. അവിടെ ഈ സംസ്കാരത്തിൻ്റെയും ഇൻ്റലക്ച്വൽസിൻ്റെയും തലത്തിൽ നിന്ന് അല്പം മാറിയെന്നുകൊണ്ട് ഈ ഇൻ്റലക്ച്വൽസ് എന്ന് പറയുന്നവർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സാംസ്കാരിക രൂപങ്ങൾ, പ്രത്യേകിച്ച് മതപരമായ രൂപം, മലബാർ റിബല്ലിൻ്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഒരു മതപരമായൊരു കലാപമാണ് എന്നുള്ളൊരു വാദം നേരത്തെ ഉണ്ടായിരുന്നു. ആ മതപരമായ കലാപം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണൽ റയറ്റ് എന്ന് വിളിക്കുന്നത്, അത് ബ്രിട്ടീഷുകാരും അങ്ങനെ തന്നെയാണ് അതിനെ കണക്കാക്കിയത്. മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു കലാപം. അപ്പം അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് മുസ്ലിങ്ങളാണ് ബഹുഭൂരിപക്ഷം, വേറെ നാട്ടിലെ മാപ്പിളമാരാണ് ബഹുഭൂരിപക്ഷം കലാപത്തിലുണ്ടായിരുന്നത് എന്ന് ചരിത്രപരമായ വസ്തുതയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വാദിച്ചത് പ്രധാനമായിട്ടും എങ്ങനെയാണ് ഏറനാട്ട് മാപ്പിളമാർ അവരെന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കലാപത്തിലേക്ക് നീങ്ങിയത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയും അവിടെ ഇസ്ലാമിക പണ്ഡിതന്മാർ, പരമ്പരാഗത ബുദ്ധിജീവികളൊക്കെ എന്ന് വിളിക്കാവുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ, സയ്യിദ് അലവി തങ്ങൾ, സയ്യിദ് ഫദൽ തങ്ങൾ, ആലി മുസ്ലിയാർ തുടങ്ങി പിൽക്കാലത്ത് വന്നിട്ടുള്ള നിരവധി മതപണ്ഡിതന്മാർ എങ്ങനെയാണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ളൊരു വികാരം, ഒരു ആൻറ്റി ബ്രിട്ടീഷ് സെൻറ്റിമെൻറ്റ് എങ്ങനെയാണ് ഈ മാപ്പിളമാർക്കിടയിൽ പ്രചരിപ്പിച്ചതെന്നും, അങ്ങനെ വന്നപ്പോൾ ഒരു കർഷക കലാപത്തിന് യഥാർത്ഥത്തിൽ ജന്മിമാരുടെ ചൂഷണത്തിനും കൊളോണിയൽ നികുതി ചുമത്തലിനും ഒക്കെയായിട്ട് എതിരെ നടന്നൊരു കർഷക കലാപത്തിന് ഒരു മുസ്ലിം മുഖം എങ്ങനെ ലഭിച്ചു? മറ്റു രീതിയിൽ പറഞ്ഞാൽ ഒരു അടിസ്ഥാനപരമായിട്ടൊരു കർഷക കലാപമായിരുന്ന ഒരു സംഗതി. അത് ജന്മി വ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനും എതിരായിട്ട് നടന്നൊരു കലാപം, ആ രീതിയിൽ തന്നെ അവസാനിച്ച അടിച്ചമർത്തപ്പെട്ടൊരു കലാപം. അതിന് ഇത്തരത്തിലുള്ളൊരു മതപരത അല്ലെങ്കിൽ മതപരമായ സംഗതി ഉണ്ടായി വന്നത് കേവലമായിട്ടുള്ള എന്തെങ്കിലും ഒരു മതമുദ്രാവാക്യം ഉണ്ടായതുകൊണ്ടല്ല. അതിന് പകരം ഒരു പ്രത്യേക ജനസമൂഹത്തിൻ്റെ ഇടയിൽ ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടുള്ള നിലപാട് ക്രമേണ വളർത്തിക്കൊണ്ടുവന്ന് അതൊരു കലാപരൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അതിൻ്റെ മുഴുവൻ ഹിസ്റ്ററിയും അദ്ദേഹം പിന്നീട് അത് മുഴുവനും അദ്ദേഹം
നിർത്തിവെക്കുകയുണ്ടായി. അപ്പം അങ്ങനെ വരുമ്പോൾ വളരെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കർഷകരുടെ, തൊഴിലാളികളുടെ, സാധാരണ ജനങ്ങളുടെയൊക്കെ തന്നെ അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങൾക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള രൂപം കൂടി കൈവരാം എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ പോലുള്ള സമൂഹങ്ങളിൽ നടന്നു വരുന്ന നിരവധി കലാപങ്ങളുടെ, നിരവധി തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളുടെ ഒക്കെ തന്നെ അവയെ വിലയിരുത്തുന്നുള്ള രീതിശാസ്ത്രം അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. ആ രീതിശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, അത് ഒരു ചരിത്രപരമായ ഭൗതികവാദപരമായ ഒരു വ്യാഖ്യാനമാണ്. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യാഖ്യാനമാണ് അദ്ദേഹം നൽകിയത്. അപ്പോൾ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു സമരത്തിൻ്റെ, സ്ട്രഗിളിൻ്റെ ഒരു ദൃഢമായിട്ട് മാറും എന്നുകൂടി, അതായിരുന്നു അദ്ദേഹത്തെ പുതിയ സംഭാവന. പരമ്പരാഗത മറ്റേ സമരരൂപങ്ങളെക്കുറിച്ച് എല്ലാ പഠനങ്ങളിലും നമ്മൾ കർഷകരുടെ ആവശ്യങ്ങൾ, തൊഴിലാളികളുടെ ആവശ്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുടെ അടിസ്ഥാനത്തിലാണ് സമരം നടന്നതെന്ന് പറയുമ്പോൾ, ഈ സമരം നടത്താനായിട്ട് പ്രേരിപ്പിച്ചവരുടെ വൈകാരിക തലം എന്തായിരുന്നു എന്നുകൂടി ചോദിക്കുന്ന സമയത്ത്, എന്തുകൊണ്ട് ഏറനാട് മാപ്പിളമാർ എന്ന് ചോദിക്കുന്ന സമയത്ത്, അവിടെ ഒരു മതവികാരം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു പ്രൊട്ടസ്റ്റിൻ്റെ രൂപമായിട്ട് എങ്ങനെ മാറുന്നു എന്നുള്ളത് കൂടി അവിടെ അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുപോകും. ഇത്തരത്തിലുള്ള സാംസ്കാരിക പഠനങ്ങളെ, അല്ലെങ്കിൽ സാംസ്കാരിക ചരിത്ര പഠനങ്ങളെ, കൾച്ചറൽ ഹിസ്റ്ററി ചരിത്ര പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ അന്വേഷണങ്ങളിലൂടെ നടത്തിയത്. സാറിൻ്റെ അധ്യാപകനായിട്ടുള്ള ആ ഒരു ഇതിനെ നീളുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ അധ്യാപന രീതിയെക്കുറിച്ചോ, അല്ലെങ്കിൽ ആസ് എ റിസർച്ചർ ഹൗ ഹി വാസ്? ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ നേരിട്ട് റിസർച്ച് ചെയ്തിട്ടുള്ള ആളല്ല. കാരണം എൻ്റെ വിഷയവും അദ്ദേഹം റിസർച്ചിന് തിരഞ്ഞെടുക്കുന്ന വിഷയം വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട്, ചില ക്ലാസ്സുകളിൽ ഇരുന്നിട്ടുണ്ടെന്നുള്ളത് കൂടുതലൊന്നും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മറ്റേ ഗവേഷണ വിദ്യാർത്ഥികളൊക്കെ തന്നെ വളരെ അടുത്തറിയാം. ഒരുപാട് പേര് ഞാൻ അറിയും. അവരോടെങ്ങനെയാണ് ഡീൽ ചെയ്യുന്ന മാതിരി കാര്യങ്ങളൊക്കെ അറിയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം ഒരു വളരെ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയൊരു ടീച്ചർ. കാരണം അത്രയ്ക്കധികം സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചർ, വളരെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെ കാലത്ത്, ബിപിൻ ചന്ദ്ര, റോമള താപ്പർ, സതീഷ് ചന്ദ്ര, ഹർബൻസ് മുഖ്യ, അങ്ങനെ ധാരാളം പേര്, സബ്യസാചി ഭട്ടാചാര്യ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് എസ് ഗോപാൽ. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ കുട്ടികൾക്ക് പെട്ടെന്ന് ഇടപഴകാൻ കഴിഞ്ഞിരുന്ന, വീട്ടിലേക്ക് വരെ കാപ്പ് കുടിക്കാൻ ക്ഷണിക്കുന്ന അത്തരത്തിലുള്ളൊരു സംസ്കാരം നിലനിർത്തിയിരുന്ന ഒരാളായിരുന്നു പ്രൊഫസർ പണിക്കർ. രണ്ടാമത്തൊരു കാര്യം, അദ്ദേഹം ഒരിക്കലും തന്നെ സ്വന്തം താല്പര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം വിഷയങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരോടൊക്കെ ചർച്ച ചെയ്യും, ഒന്നും കുഴപ്പമില്ല. പക്ഷെ സ്വന്തം നിലപാടുകൾ അദ്ദേഹം പറയുമായിരുന്നു. അപ്പം ഞങ്ങളോടൊക്കെ തന്നെ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയും. പക്ഷേ ആ സ്വന്തം നിലപാടുകൾ തന്നെയാണ് ഗവേഷണത്തിൽ പിന്തുടരേണ്ടത് എന്നുള്ളൊരു വാശിയൊന്നും അദ്ദേഹം കാണിച്ചിട്ടില്ല. കാരണം വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ അത് ഗവേഷണം നടത്തുന്ന സമയത്ത് എല്ലാം ഞാൻ പറയണത് കേട്ടോണം എന്ന് പറയുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അതിന് പകരം അദ്ദേഹം ചെയ്തിരുന്നത്, അദ്ദേഹം പ്രോബ്ലംസ് നമ്മൾ മുമ്പിൽ അവതരിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എനിക്കത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ഇന്ന പ്രോബ്ലംസാണ് എന്നെ എന്നുള്ളത് പറയാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന സൊല്യൂഷൻസാണ് അതിൽ നൽകുന്നത്. ഒന്നുകിൽ ഇന്ന പുസ്തകങ്ങൾ വായിക്കൂ, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നോക്കൂ എന്ന് പറയുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രോബ്ലം. എന്ന് വെച്ചാൽ നമ്മളുടെ പ്രോബ്ലംസ് വളരെ ധൈര്യമായിട്ട് പോയി സംസാരിക്കാൻ പറ്റുന്നൊരു, അത് ചിലപ്പോൾ വളരെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ അദ്ദേഹം ഇടപെട്ടതായിട്ടുണ്ട് എനിക്കറിയാം. ചിലരുടെ വളരെ വ്യക്തിപരമായ ഒരു അധ്യാപകനോട് പറയാൻ പഠിക്കുന്ന
പ്രശ്നങ്ങളിൽ വരെ പലരും അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ട് പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടതായിട്ടറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു രീതി, ഒരു ഗവേഷണ അത് അദ്ദേഹം തുടർച്ചയായിട്ട് പിൽക്കാലത്ത് സൂക്ഷിക്കുകയും ചെയ്തു. കാരണം പിൽക്കാലത്ത് അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന ശേഷം പിൽക്കാലത്തും ഞാൻ കണ്ടുവരുന്ന ഒരുപാട് ആളുകളുമായിട്ട് ഇടപെടുന്ന സമയത്തൊക്കെ തന്നെ ഈ ഒരു രീതി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുമെന്നുള്ളതല്ലാതെ അത് ഒരു പക്ഷേ ഒരു അടിച്ചേൽപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ജനാധിപത്യപരമായിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ നല്ലത്, അത്രയും ആ രീതിയായിരുന്നു തുടർച്ചയായിട്ടുണ്ടായി വന്നത്. പക്ഷെ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് കൃത്യമായ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ളൊരു നിലപാട് അത് വളരെ വളരെ കൃത്യമായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഞാൻ ഞാൻ ക്രിട്ടിക്കൽ ഇൻസൈഡറാണ്. ഞാൻ ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. എൻ്റെ ജോലി എന്ന് പറയുന്നത് അദ്ദേഹം പറയും ഞാനൊരു ഇൻ്റലക്ച്വലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന എല്ലാം അതേപടി അനുസരിക്കുക എന്നുള്ളതല്ല. അതിനുപകരം ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നിലപാടുകൾ എന്നോട് പറയുന്നു, എനിക്ക് പറ്റുന്നതൊക്കെ സ്വീകരിക്കുന്നു, ആ സ്വീകരിക്കുന്നത് ഞാൻ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു, എനിക്ക് വിമർശനങ്ങളുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയും. അപ്പോൾ ഈ ഒരു സ്റ്റൈല് അദ്ദേഹം തുടർച്ചയായിട്ട് എന്ന് വെച്ചാൽ ഒരുപക്ഷെ നമ്മളുടെ ഇവിടുത്തെ കേരളത്തിലുള്ള ഈ ബുദ്ധിജീവികൾക്കൊട്ടും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സ്റ്റൈലാണ് എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ ഇവിടുത്തെ ആളുകൾ എല്ലാവരും സ്വതന്ത്ര ചിന്തകരാണ് എന്ന് സ്വയം വിളിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ. അദ്ദേഹം പറഞ്ഞ് എനിക്കങ്ങനെ സ്വതന്ത്ര ചിന്തകനൊന്നുമല്ല, എനിക്ക് ചിന്താപരമായിട്ട് എനിക്കൊരു നിലപാടുണ്ട്, ആ നിലപാടിൻ്റെ അകത്തു നിന്നുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയും. അദ്ദേഹം പച്ചയ്ക്ക് വളരെ ഓപ്പണായിട്ട് തന്നെ അദ്ദേഹം ഞങ്ങൾ വിദ്യാർത്ഥികളോട് തന്നെ പറയുന്ന ആളായിരുന്നു. എനിക്ക് നിലപാടുണ്ട്, അതാണ് എൻ്റെ നിലപാട്, അത് നമുക്ക് ചർച്ചയൊക്കെ ചെയ്യാം, വിരോധമൊന്നുമില്ല. പിന്നെ ചിലത് പരമായിട്ട് അതുകൊണ്ട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. എനിക്കൊരു RSS ഹിന്ദുത്വ ഫോഴ്സസുമായിട്ട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കോൺഗ്രസ്സിനോട് എനിക്ക് വിമർശനങ്ങളുണ്ട്. കോൺഗ്രസ്സിനോട് പൂർണ്ണമായിട്ട് ചില കാര്യങ്ങൾ വിയോജിപ്പില്ല, പക്ഷേ വിമർശനങ്ങൾ ലെഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോൺഗ്രസ്സിനോടുള്ള എൻ്റെ വിമർശനങ്ങൾ വളരെ കൂടുതലാണ്. പക്ഷേ അതേസമയം തന്നെ ധാരാളം കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ്, അതും വസ്തുതയാണ്. ഇപ്പോൾ ഉദാഹരണത്തിനൊരു മറ്റെന്താ പറയുക, ഒബിച്വറി കുറിപ്പ് എഴുതിയത് പ്രിയങ്ക ഗാന്ധി വദ്രയാണ്. അങ്ങനെ പ്രിയങ്ക ഗാന്ധിയുടെ മാത്രമല്ല, അവർ ആ ഫാമിലിയുമായിട്ട് തന്നെ അദ്ദേഹത്തിന് നല്ല ഉണ്ടായിരുന്നു. അതൊക്കെ വസ്തുതകളാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം കോൺഗ്രസ്സുകാർ പറയുന്നതെല്ലാം കേട്ടു എന്നൊന്നുമല്ല. അതുതന്നെ അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങൾ, AK ആൻ്റണി അദ്ദേഹത്തിന് നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു, മറ്റൊരാളായിരുന്നു. അങ്ങനെ പലരും, വയലാർ രവി. അപ്പം അങ്ങനെ ഒരു ഫേസ് അദ്ദേഹത്തിനുണ്ട്. ഇതൊന്നും അദ്ദേഹത്തിൻ്റെ നിലപാട് തറയോ അദ്ദേഹത്തിൻ്റെ ബേസിക് പൊസിഷൻസിനെയോ ബാധിക്കുന്ന കാര്യങ്ങൾ.